തുടക്കം. തനിക്ക് ഇഷ്ടമുള്ള വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ മുഖത്ത് മിന്നിമറയുന്ന സന്തോഷം, ആവേശമാണത്. വിസ്മയുടെ മുഖത്ത് എന്തിനാണ് ഇത്ര എക്സ്പ്രഷൻ മുഖത്ത് എന്ന്, കഥകളിയാണോ എന്ന് ചോദിക്കുന്നവരോട് അനാവശ്യമായി വ്യക്തികളെ അധിക്ഷേപിക്കുന്നത് ശരിയാണോ? സ്വന്തം അനുഭവം തുറന്ന് പറയുമ്പോൾ അതിലെ ലാളിത്യം നമ്മളത് ബഹുമാനിക്കണം. മറ്റു നടന്മാരുടെ മക്കളെക്കാൾ എത്രയോ വിസ്മയ ഉയരത്തിലാണ് മഹാനായ അച്ഛൻ്റെ സുന്ദരിയായ വിസ്മയ, അച്ഛൻ്റെ പൊന്നുമോള്. താരരാജാവിൻ്റെ 2 മക്കളെ കണ്ടാൽ നമുക്ക് അസൂയ തോന്നും. ശതകോടീശ്വരനായ അച്ഛൻ്റെ മക്കൾ എത്ര വിനയത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. പ്രണവനെ കണ്ടു പഠിക്കണ യുവതലമുറ. വിസ്മയ ശരിക്കും ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ആയാൽ അതിൽ അതിശയിക്കാനൊന്നുമില്ല. നിറക്കുടം തുളുമ്പില്ല എന്ന് പണ്ട് കാരണന്മാർ പറഞ്ഞത് എത്ര ശരിയാണെന്ന് ഈ 2 മക്കളെ കണ്ട് നമുക്ക് തോന്നും. വിസ്മയുടെ ഒരു കാര്യം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിസ്മയ കാനഡയിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ കാറിൽ പോകുമ്പോൾ ഒരു തെരുവ് പട്ടി അവിടെ അപകടം പറ്റി കിടക്കുന്നുണ്ട്. ഉടനടി അതിനെ പോയി എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ശുശ്രൂഷിച്ച് അതിനെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ ഇന്ത്യൻ ഗവൺമെൻറ്റായി സംസാരിച്ച് അതിനെ നാട്ടിലേക്ക് കൊണ്ടുവന്നിപ്പോൾ വളർത്തണം. അത് ഇത്രയും കാര്യങ്ങൾ ലാലേട്ടനോ അല്ലെങ്കിൽ വേറെ ആരും പറഞ്ഞതല്ല, മേജർ രവി പറഞ്ഞതാണ്. ഇങ്ങനൊരു വിഷയം വന്നപ്പോഴാണ് എന്തോ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് മോശം കമൻറ്റുകളൊക്കെ വന്ന് അപ്പോഴാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിസ്മയിക്ക് മലയാളം പറയാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. മലയാളം അത്ര കണ്ട് സംസാരിക്കാൻ അറിയില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പം മുതലേ നമ്മുടെ തായ്ലാൻഡ്, കാനഡ, അമേരിക്ക അവിടെയൊക്കെയാണ് പഠിച്ച് വളർന്നത്. അത് വന്നിട്ട് ഇവിടെ വരുമ്പോൾ ഒരു സഭാകമ്പമാണ്, ഒരു കൊച്ചു കുട്ടികളുടെ മനസ്സാണ്. ആകെ ഒരു വെപ്രാളം, ഒരു പരവേശം. അങ്ങനെ ഒരു കൊച്ചു കുട്ടികളുടെ മനസ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിസ്മയുടെ മുഖത്ത് നമ്മൾ കാണുന്നത്. അതിന് സോഷ്യൽ മീഡിയ എന്തൊക്കെയാണ് പറയുന്നത്? സോഷ്യൽ മീഡിയ പറയണതിലൊന്നും ഒരു അർത്ഥമില്ല. നിങ്ങൾക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു നടീനെ നിങ്ങൾ തുടക്കത്തിലെ ഇങ്ങനെ നെഗറ്റീവ് അടിച്ചിട്ട് ഇല്ലാണ്ടാക്കരുത്. മോഹൻലാലിൻ്റെ മകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ മലയാളികളുടെ എല്ലാവരും മകളാണത്. മോഹൻലാലിൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മലയാളികളുടെ മകനാണത്. അത്രയും വിനയം, അത്രയും എളിമയും, എങ്ങനെ ജീവിക്കുക എന്നുള്ളത്. ഇത്രയും കോടീശ്വരനായ ഒരു അച്ഛൻ്റെ മകനും മകളും എങ്ങനെ സംസാരിക്കുന്നു നോക്ക്. തനി മോഹൻലാലിൻ്റെ ഭാര്യയുടെ അതേ സ്വഭാവം, അതേ മുഖച്ഛായ ചെറുപ്പത്തിലെ. അപ്പോൾ എങ്ങനെയാണ് ഈ കുട്ടിയുടെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് ഇതുപോലെ മോശം കമൻ്റ് ഇടാനും ഇതുപോലെ വ്യക്തിഹത്യ ചെയ്യാനൊക്കെ തോന്നുന്നത്? എനിക്ക് അതിശയം തോന്നുക ചെയ്യുന്നത്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇനി അഭിനയിക്കും എന്നാണ് നമ്മുടെ വിസ്മയ പറയുന്നത്. നമുക്ക് ഒരുപാട് സന്തോഷം. ഇപ്പോൾ 2 രാജാക്കന്മാരുടെ പടങ്ങളാണ് ഓണത്തിന് റിലീസ്. ഒന്ന് മമ്മൂട്ടിയുടെ മകൻ്റെ പടം, അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ മകളുടെ പടം. ഈ 2 പടം കൂടി മാറ്റി വരച്ചാൽ മോഹൻലാലിൻ്റെ മകളുടെ പടമാണ് ഏറ്റവും ഗംഭീരമാകുക എന്ന് ഞാൻ പറയുന്നു. അത് നമുക്ക് എന്തായാലും ഇനി ഓണത്തിന് പടം കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം. എന്തായാലും നല്ലൊരു സബ്ജക്റ്റാണ്. അതിൽ ഫൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല സ്റ്റോറി ഉണ്ട്, നല്ല കുടുംബ ബന്ധങ്ങളുണ്ട്, കോമഡി ഉണ്ട്, എല്ലാം ഉണ്ടെന്നാണ് അറിഞ്ഞത്. ഇനിയിപ്പോൾ പടം വന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി വിശദമായിട്ട് നമുക്ക് റിവ്യൂ ചെയ്യാം. എനിക്ക് ഒറ്റ കാര്യം നിങ്ങളോട് പ്രേക്ഷകരോട് പറയാനുള്ളൂ, സോഷ്യൽ മീഡിയയോട് പറയാനുള്ളൂ. ഒരിക്കലും നമ്മൾ വിസ്മയയെ ഒരു കാരണവശാലും വിഷമിപ്പിക്കരുത്, ദുഃഖിപ്പിക്കരുത്. അനാവശ്യ കമൻറ്റുകൾ ഇട്ടിട്ട് ആ കുട്ടിയുടെ മനസ്സ് വേദനിപ്പിക്കരുത്. ഒരു കൊച്ചു കുട്ടിയുടെ മുഖഭാവമാണ്, ഒരു കൊച്ചു കുട്ടി തന്നെയാണ് ഇപ്പോഴും. ആ കൊച്ചു കുട്ടീനെ നമുക്ക് ഒരു ഇപ്പോൾ പ്രസവിച്ച ഒരു കുട്ടീനെ കണ്ടാൽ നമുക്ക് എന്താ തോന്നുക? ഭയങ്കര ഒരു ലാളിത്യം തോന്നില്ല? അതേപോലത്തെ ഒരു മുഖഭാവമാണ്, ഒരു സന്തോഷം, എന്തോ ഒരു വലിയൊരു നിധി കിട്ടിയൊരു സന്തോഷമാണ്. സിനിമയിൽ അഭിനയിച്ചിട്ട് പത്രക്കാരെ കാണാൻ വരുമ്പോൾ അത് തല്ലിക്കെടുക്കരുത്. മോഹൻലാലിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്വഭാവമുള്ള മലയാളികൾ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ ഭാര്യ സുചിത്ര അത്രയും ഡീസൻ്റ് സ്വഭാവമാണ്. എന്താ വെച്ചാൽ കോടീശ്വരൻ്റെ മകളാണ് മോഹൻലാലിൻ്റെ ഭാര്യ, എന്നിട്ട് പോലും ഒരു അഹങ്കാരമില്ല. അതേപോലെ തന്നെയാണ് ഈ വിസ്മയിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവർക്ക് ബഹുമാനിക്കുക, നല്ല വാക്കുകൾ പറയാം. മോശം വാക്കുകൾ നെഗറ്റീവ് അടിച്ചാൽ നമുക്ക് എന്ത് കിട്ടാനാണ്? വല്ലതും പറയണമെന്നാവുകൊണ്ട് നല്ലത് പറഞ്ഞുകൂടെ? ഇതാണ് ഞാൻ പറഞ്ഞത്. നിറക്കുടം തുളുമ്പില്ല എന്ന് കാരണന്മാർ പറഞ്ഞ 100% സത്യം. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.